പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തി. തൃശൂരിലടക്കം വിവിധ കേന്ദ്രങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. വടക്കുംനാഥൻ സാക്ഷിയായി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. മണ്ണിലെയും വിണ്ണിലെയും മഹാപൂരത്തിന് പരിസമാപ്തിയായി. അടുത്ത വർഷത്തെ പൂരം ഏപ്രിൽ 26-ന്. പരന്തരപ്പിള്ളി വേപ്പൂരിൽ വീടിനുള്ളിൽ വിരിച്ച ടൈലുകൾ പൊട്ടിത്തെറിച്ചു. 9 വർഷം മുൻപ് പണിത വീടിന്റെ ടൈലുകളാണ് പൊട്ടിത്തെറിച്ചത്. ദേശീയപാതയുടെ സർവീസ് റോഡ് ടാറിട്ടു. ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്കിന് താൽക്കാലിക ആശ്വാസം. തലൂരിൽ മൊബൈൽ ഷോപ്പിന്റെ ഷട്ടർ തകർത്ത ലക്ഷങ്ങളുടെ മൊബൈൽ ഫോണുകൾ കവർന്ന കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. അന്നമനട സ്വദേശികളായ സെയ്ദ് മൊഹസീൻ, സഹോദരൻ മൊഹദ് അസീം എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും നടത്തുന്ന സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധയിടങ്ങളിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടന്നു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ യുദ്ധസമാന സാഹചര്യം സൃഷ്ടിച്ചായിരുന്നു മോക്ക് ഡ്രിൽ നടത്തിയത്. ദർശനത്തിനായി ക്ഷേത്രനടയിൽ തിങ്ങി നിറഞ്ഞിരുന്ന 100 കണക്കിന് ഭക്തർ പരിഭ്രാന്തരാവാതെ മോക്ക് ഡ്രില്ലുമായി സഹകരിച്ചു. ഇത് സംബന്ധിച്ച് ക്ഷേത്രത്തിൽ നിന്ന് മൈക്കിലൂടെ ഭക്തർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 6 മിനിറ്റിനുള്ളിൽ ക്ഷേത്രനട പൂർവ്വസ്ഥിതിയിലായി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഗുരുവായൂർ ടെമ്പിൾ SHO G അജയകുമാർ, മേജർ PJ സ്റ്റൈജു എന്നിവർ മോക്ക് ഡ്രില്ലിനെക്കുറിച്ച് വിശദീകരിച്ചു. ചാവക്കാട് തഹസിൽദാർ MK കിഷോർ, ദേവസ്വം തഹസിൽദാർ TK ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ശോഭ സിറ്റിയിൽ നടന്ന മോക്ക് ഡ്രില്ലിൽ അഗ്നിശമന സേന നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിലെ 2 സ്ഥലങ്ങൾ സംസ്ഥാനത്ത് നടന്ന സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി കയ്പമംഗലത്തും സൈറൺ മുഴങ്ങി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സംവിധാനം വഴിയാണ് 2 തവണ സൈറൺ മുഴങ്ങിയത്. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്കും 4:30-നുമാണ് സൈറൺ മുഴങ്ങിയത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നാട്ടിക ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും വലപ്പാട് ഹെൽത്ത് സെന്ററിലെ ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് മോക്ക് ഡ്രിൽ നടത്തി. വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ആരോഗ്യ പ്രവർത്തകർക്കും നാട്ടുകാർക്കും യുദ്ധ സാഹചര്യത്തെ നേരിടാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ബോധവൽക്കരണ ക്ലാസും നൽകി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷാജിയുടെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കൃഷ്ണരാജ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ റോബിൻസ്, ബൈജു, കിഷോർ, അമൃതേഷ്, മുകുന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ വീട് മൊത്തം ബ്ലാക്ക് ആയി കളയണം. അതായത് പുറത്തുനിന്നൊരു വരുന്ന മിസൈലുകളോ അല്ലെങ്കിൽ മറ്റേ യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ മറ്റു ബോംബിടാനായിട്ടുള്ള ശേഷിയുള്ള മറ്റു ഉപകരണങ്ങളോ. വടക്കുംനാഥൻ സാക്ഷിയായി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. പാറമേക്കാവ് ഭഗവതിയുടെയും തിരുവമ്പാടി ഭഗവതിയുടെയും പകൽപൂരം എഴുന്നള്ളിപ്പുകൾ ശ്രീമൂലസ്ഥാനത്തെത്തുന്നതിന് മുൻപ് വടക്കുംനാഥ ക്ഷേത്ര പരിസരവും ശ്രീമൂലസ്ഥാനവും തട്ടകക്കാർ അടക്കമുള്ള 10,000-ങ്ങളാൽ തിങ്ങി നിറഞ്ഞിരുന്നു. 15 വീതം ഗജവീരന്മാർ അണിനിരുന്ന എഴുന്നള്ളിപ്പുകൾക്ക് അകമ്പടിയായി രൗദ്രതാളം വാനോളം ഉയർത്തി അരങ്ങേറിയ പാണ്ഡ്യമേളം കൊട്ടിക്കലാശിച്ച ശേഷമായിരുന്നു ഉപചാരം ചൊല്ലൽ. മേളം കൊട്ടിക്കലാശിച്ച ശേഷം തിരുവമ്പാടി ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് വടക്കുംനാഥനെ വണങ്ങാനായി പോയപ്പോൾ പാറമേക്കാവ് ഭഗവതി ശ്രീമൂലസ്ഥാനത്ത് നിലപാട് തറയിൽ കാത്തുനിന്നു. പിന്നീട് പാറമേക്കാവ് ഭഗവതി നടുവിലാലിൽ പോയി തിരിച്ചെത്തി ശ്രീമൂലസ്ഥാനത്ത് തെക്കോട്ട് അഭിമുഖമായി നിന്നു. ഇരു ഭഗവതിമാരുടെയും കൂടിക്കാഴ്ച നടന്നതോടെ ശ്രീമൂലസ്ഥാനത്ത് തിങ്ങി നിറഞ്ഞ 10,000-ങ്ങളെ സാക്ഷിയാക്കി തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റിയ തിരുവമ്പാടി ചന്ദ്രശേഖരനും പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ കൊമ്പൻ ശിവകുമാറും തുമ്പിക്കൈ ഉയർത്തി യാത്ര പറഞ്ഞു. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ വികാരനിർഭരമായ ഉപചാരം ചൊല്ലൽ കണ്ടുനിന്ന ആബാലവൃദ്ധം കാണികൾ ആനന്ദ കണ്ണീരിലൂടെ ഹർഷാരവം മുഴക്കി. ഏപ്രിൽ 26-നാണ് അടുത്ത തൃശൂർ പൂരം. ഫെസ്റ്റിവൽ ഡെസ്ക് TCV.
വരന്തരപ്പിള്ളി വേപ്പൂരിൽ വീടിനുള്ളിൽ വിരിച്ച ടൈലുകൾ പൊട്ടിത്തെറിച്ചു. വേപ്പൂർ കോഴിപ്പറമ്പിൽ ഷാജുവിന്റെ വീട്ടിലെ മുറിയിൽ വിരിച്ച ടൈലുകളാണ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. പെട്ടെന്ന് ഉഗ്ര ശബ്ദത്തോടെ ടൈലുകൾ പൊട്ടിത്തെറിച്ചത് വീട്ടുകാരെ പരിഭ്രാന്തരാക്കി. ഷാജുവും ഭാര്യയും മക്കളും അമ്മയും ഈ സമയത്ത് മുറിയുടെ പുറത്തായിരുന്നു. ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഓടിയെത്തിയത്. ഏതാനും ടൈലുകൾ പൊട്ടിത്തെറിച്ച നിലയിലും ബാക്കിയുള്ളവ അടർന്ന നിലയിലുമാണ്. 9 വർഷം മുൻപ് പണിത വീടിന്റെ ടൈലുകളാണ് പൊട്ടിത്തെറിച്ചത്. ദേശീയപാതയുടെ സർവീസ് റോഡ് ടാറിട്ടു. ആമ്പല്ലൂരിലെ ഗതാഗത തിരക്കൊഴിഞ്ഞു. അടിപ്പാതപ്പണി നടക്കുന്ന ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷന്റെ വശത്തായി തൃശൂരിലേക്ക് പോകുന്ന ഭാഗത്താണ് ടാറിട്ട് വാഹന ഗതാഗതം സുഗമമാക്കിയത്. ദേശീയപാതയിലെ തിരക്ക് പരിഹരിക്കാത്ത പക്ഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്ന് മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു എന്നിവർ തൃശൂർ പൂരത്തിന്റെ തലേന്ന് അറിയിച്ചിരുന്നു. എന്നാൽ പണി നിർത്താതെ തന്നെ ദേശീയപാത അധികൃതർ തിരക്ക് നിയന്ത്രണ വിധേയമാക്കി. ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് ഒഴിഞ്ഞതോടെ പാലിയേക്കര ടോൾ പ്ലാസ, പുതുക്കാട് സിഗ്നൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലും വാഹനത്തിരക്ക് അനുഭവപ്പെട്ടില്ല. ചൊവ്വയും ബുധനും പൂരദിവസമായിട്ട് പോലും ടോൾ പ്ലാസയിൽ സ്വാഭാവിക തിരക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. തലൂരിൽ മൊബൈൽ ഷോപ്പിന്റെ ഷട്ടർ തകർത്ത് ലക്ഷങ്ങളുടെ മൊബൈൽ ഫോണുകൾ കവർന്ന കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. അന്നമനട കല്ലൂർ ഊളക്കൽ വീട്ടിൽ സെയ്ദ് മൊഹസീൻ, സഹോദരൻ മൊഹദ് അസീം എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മാർച്ച് 31 പുലർച്ചെ സംസ്ഥാന പാതയോരത്തെ അഫാത്ത് മൊബൈൽ ഷോപ്പിന്റെ ഷട്ടറിന്റെ താഴ് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അറുത്തുമാറ്റിയാണ് സംഘം മോഷണം നടത്തിയത്. 10 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകളാണ് മോഷണം പോയത്. കടയുടെ അകത്ത് കയറി 2 പേർ ചേർന്ന് ഫോണുകൾ ചാക്കുകളിൽ നിറച്ച് കാറിൽ രക്ഷപ്പെടുന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. മോഷണം പോയ ഫോണുകളുടെ IMEI നമ്പറുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കുടുക്കിയത്. പ്രതികളെ മൊബൈൽ ഷോപ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ കലവറ സജീവമായി. ഊട്ടുതിരുനാളിനുള്ള അച്ചാർ തയ്യാറാക്കുവാൻ 2700 കിലോ മാങ്ങ ഊട്ടുശാലയിലെത്തി. വ്യാഴാഴ്ച രാവിലെ തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ആശീർവാദ കർമ്മവും മാങ്ങച്ചത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. തുടർന്ന് മാങ്ങ അച്ചാർ തയ്യാറാക്കും. ശനിയാഴ്ച രാവിലെ 10-ന് നൈവേദ്യം പൂജയോടെയാണ് ഊട്ടുഭക്ഷണ ആശീർവാദവും ഭക്ഷണ വിതരണവും നടക്കുക. ശനിയും ഞായറുമായി 1.5 ലക്ഷത്തിലേറെ പേർ നേർച്ചയൂട്ടിന് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നന്ദിക്കരയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചൊവ്വൂക്കാരൻ വീട്ടിൽ 47 വയസ്സുള്ള ദീപിഷാണ് മരിച്ചത്. രാത്രിയിൽ ജോലി കഴിഞ്ഞ് റോഡരികിലൂടെ നടന്നുവരികയായിരുന്ന ദീപിഷിനെ കാറിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ദീപിഷ് അബോധാവസ്ഥയിൽ 1.5 മാസമായി ചികിത്സയിലായിരുന്നു. മലപ്പുറം പലപ്പേട്ടയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തിരുവത്ര സ്വദേശിനിയായ വിദ്യാർത്ഥിനി മരിച്ചു. ആനത്തലമുക്ക് കേരന്റകത്ത് മുഹമ്മദ് മകൾ 16 വയസ്സുള്ള സനയാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അപകടം. പാവർട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയ പ്രദക്ഷിണ വീഥിയിലെ ബഹുവർണ്ണ തോരണങ്ങൾ കൊണ്ടുള്ള അലങ്കാര ജോലികൾ പുരോഗമിക്കുന്നു. ഇത്തവണ സാറ്റൻ റിബൺ കൊണ്ടാണ് പ്രദക്ഷിണ വീഥി അലങ്കരിക്കുന്നത്. 200 അടിയോളം നീളവും 50 അടിയോളം വീതിയുമുള്ള പ്രദക്ഷിണ വീഥിയിൽ 36 വലിയ തൂണുകളിലും 20 ചെറിയ തൂണുകളിലുമായി 15 വ്യത്യസ്ത നിറങ്ങളിലുള്ള വർണ്ണത്തോരണങ്ങളാണ് മേലാപ്പ് ചാർത്തുക. 10 മീറ്റർ വീതം നീളമുള്ള 10,000 റോൾ സാറ്റിൻ റിബണാണ് പ്രദക്ഷിണ വീഥി കമനീയമാക്കുന്നതിനായി ഉപയോഗിക്കുന്നതെന്ന് അലങ്കാര കമ്മിറ്റി കൺവീനർ ബെന്നി തോമസ് പറഞ്ഞു. 149-ാം മധ്യസ്ഥ തിരുനാളിനോടനുബന്ധിച്ച് ഇപ്രാവശ്യം അരങ്ങ് കമ്മിറ്റി നമ്മൾ സാറ്റിൻ റിബൺ കൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ അരങ്ങ് നിർമ്മിച്ചുള്ളത്. 10,000 റോളുകൾ നമ്മൾക്ക് ഇതിന് ആവശ്യം വന്നു. പിന്നെ രാത്രി ഇത് ഭംഗി ഒന്നും കൂടി ആകർഷിക്കാനായി നമ്മൾ എല്ലാ കാലങ്ങളിലും 88 പാർലൈറ്റ് രാത്രിക്കായിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ബഹുവർണ്ണ തോരണങ്ങൾ കൂടുതൽ മനോഹരമാക്കുന്നതിനും പ്രകാശം നൽകുന്നതിനുമായി 88 പാർലൈറ്റുകളും സ്ഥാപിക്കുന്നുണ്ട്. തൂണുകളിൽ പരസ്പരം ബന്ധിച്ചുള്ള നെറ്റിൽ സാറ്റിൻ റിബൺ ഉറപ്പിച്ചാണ് പ്രദക്ഷിണ വീഥി അലങ്കരിക്കുന്നത്. അലങ്കാര കമ്മിറ്റി കൺവീനർ ബെന്നി തോമസ്, അംഗങ്ങളായ ബെന്നി അറയ്ക്കൽ, ലിജോ എലവത്തിങ്കൽ, ജോസ് കൊള്ളന്നൂർ, ബെന്നീസ് കൊള്ളന്നൂർ, ജിൽസ് തോമസ് എന്നിവരാണ് പ്രദക്ഷിണ വീഥി അലങ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ ഔസേ പിതാവിന്റെ തിരുനാൾ വരവറിയിച്ച് പുണ്യാളൻ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ നഗര വിളംബര ഘോഷയാത്ര നടന്നു. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി വിളംബര ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PJ പോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആൽബർട്ട് തരകൻ, തോമസ് പള്ളത്ത്, ബൈജു ലൂവിസ്, VF വർഗീസ്, KK ജോൺസൺ, ദേവസി മാടവന എന്നിവർ നേതൃത്വം നൽകി.
അതരങ്ങളിൽ ഉരുവിടുന്ന ആയിരങ്ങളെ ദേവ പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിന് 1 കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ പാവർട്ടിയിൽ അറിയിച്ചു. 9, 10, 11 തീയതികളിലാണ് പ്രസിദ്ധമായ പാവർട്ടി തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ദിനം വരെയുള്ള ദിവസങ്ങളിൽ പാവർട്ടി സെന്റ് ജോസ് ആശുപത്രിയിൽ OP ടിക്കറ്റുകൾ പൂർണ്ണമായും സൌജന്യമാണ്. തിരുനാളിന്റെ ഭാഗമായി 500 പാവപ്പെട്ട രോഗികൾക്ക് സൌജന്യ ഡയാലിസിസ് നൽകും. തീർത്ഥകേന്ദ്രത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി 5 വീടുകൾ ജാതിമത ഭേദമന്യേ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകും. തീർത്ഥകേന്ദ്രത്തിൽ ലഭ്യമാകുന്ന ചികിത്സാ സഹായം, ഭവന നിർമ്മാണം, വിവാഹ സഹായം, വിദ്യാഭ്യാസ സഹായം തുടങ്ങിയ അപേക്ഷകൾ പരിഗണിച്ച് വിവിധ സഹായങ്ങൾ നൽകും. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി, മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ജോൺ പുലിക്കോട്ടിൽ, VS സെബി, NJ ലിയോ, CC ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 95 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അന്തിക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. പെരിങ്ങോട്ടുകര സ്വദേശി മൂത്തേടത്തറ VK ഖാദർ സ്പോൺസർ ചെയ്ത 10 പേഷ്യന്റ് ബെഡുകളും കട്ടിലുകളും വിതരണം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. കല്ലൂർ അയ്യങ്കോട് റോഡരികിലെ കാനയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കോട് വട്ടക്കൊട്ടായി സ്വദേശി കണ്ണംപടത്തി വീട്ടിൽ 67 വയസ്സുള്ള വർഗീസാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ വഴിയാത്രക്കാരാണ് കാനയിൽ മൃതദേഹം കണ്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വർഗീസ് വീട്ടിൽ നിന്ന് പോയതാണെന്ന് പറയുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കൊണ്ടാഴി കലം കണ്ടത്തൂർ കുളത്തിന്റെ നവീകരണം പൂർത്തിയായി. നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനം കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മായന്നൂർ ഡിവിഷൻ അംഗം PM അനീഷ് അധ്യക്ഷനായിരുന്നു. കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, പഞ്ചായത്ത് അംഗങ്ങളായ EK മനോജ്, K സുദേവൻ, P രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സാങ്കേതിക അനുമതി ലഭിച്ചു. സംരക്ഷിക്കപ്പെടേണ്ടതാണ്. മരുത്തംകോട് വെൽഫെയർ അസോസിയേഷന്റെ കീഴിലുള്ള 3.5 സെന്റ് സ്ഥലവും കെട്ടിടവും കടങ്ങോട് പഞ്ചായത്തിന് കൈമാറി. 1972 CC ഈപ്പൻ, TT ചേരപ്പൻ, VM സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയുടെ സ്ഥലവും കെട്ടിടവുമാണ് പഞ്ചായത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകിയത്. മരുത്തംകോട് ഹൈസ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് പഞ്ചായത്ത് കുടിവെള്ള പദ്ധതി ടാങ്ക് സ്ഥാപിക്കാനായി അസോസിയേഷൻ സ്ഥലം നൽകിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ആധാരം ഏറ്റുവാങ്ങി. അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ സക്കറിയ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ്, സെക്രട്ടറി അനൂപ് സക്കറിയ, പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം ഡോക്ടർ ജോൺസൺ ആളൂർ, ഫ്രാൻസിസ് കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. പറക്കോട്ടുകാവ് താലപ്പൊലി കൊടിയേറിയതോടെ തിരുവില്ലാമല എരവത്തൊടി തെക്കേ മുല്ലയ്ക്കൽ സുധി ഉണ്ണികൃഷ്ണൻ എന്ന കലാകാരനും തിരക്കിലാണ്. താലപ്പൊലി കൊടിയേറ്റം കഴിഞ്ഞതോടെ ദേശനടത്തം എന്ന ആചാരത്തിനായി പൂതൻതിറ കലാരൂപത്തിന്റെ ചമയമൊരുക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. തലമുറകൾ കൈമാറി വന്ന അനുഷ്ഠാന കലയെ കൈവിടാൻ ഒരുക്കമല്ലെന്നതാണ് സുധിയുടെ നയം. ലക്ഷ്യങ്ങളാണ് ഒരു പൂതൻ നിർമ്മിക്കുവാൻ ആവശ്യമായി വരുന്നത്. സുധിക്കൊപ്പം സഹകലാകാരന്മാരും കുടുംബാംഗങ്ങളും പൂർണ്ണ സഹകരണവുമായി ഉണ്ട്. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കേരള സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കലാകാരൻ. പൂതൻതിറ എന്ന കലാരൂപം ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സുധി ഉണ്ണികൃഷ്ണൻ കിഴക്ക് പടിഞ്ഞാറ് ശൈലികളെ കോർത്തിണക്കി തിറ മഹോത്സവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക ലാഭം നോക്കിയല്ല ഓരോ തട്ടകത്തിലെയും കലാകാരന്മാർ തട്ടക ഉത്സവകാലത്ത് ദേശനടത്തം നടക്കുന്നതെന്നും സുധി പറഞ്ഞു. 10ഓളം പേരാണ് ദേശനടത്തത്തിനായി ഓരോ സംഘത്തിലും ഉണ്ടാവുക. പണിക്കൂലി പോലും ലഭിക്കില്ലെങ്കിലും പുതുതലമുറ ഈ അനുഷ്ഠാന കലയെ കൈവിടില്ലെന്ന് തെളിയിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. TCV തിരുവില്ലാമല. മറ്റത്തൂർ പഞ്ചായത്തിലെ 22ാം വാർഡിൽ ജൈവമാലിന്യ സംസ്കരണത്തിനായി 3 ലെയർ ബയോബിന്നുകൾ വിതരണം ചെയ്തു. വീടുകളിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ, പച്ചക്കറി വേസ്റ്റുകൾ മുതലായവ വലിച്ചെറിയാതെ ബയോബിന്നുകളിൽ നിക്ഷേപിച്ച് അതിൽ ഇനോക്കുലം ചേർത്ത് വളമാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള 70 ബിന്നുകളാണ് വാർഡിൽ വിതരണം ചെയ്തത്. പഞ്ചായത്ത് അംഗം ഷൈനി ബാബു കല്ലമ്പി വിതരണോദ്ഘാടനം നിർവഹിച്ചു. IRTC കോർഡിനേറ്റർ TM ശിഖാമണി 3 ലെയർ ബയോബിന്നിന്റെ ഉപയോഗരീതിയെക്കുറിച്ച് ക്ലാസ് എടുത്തു.
ഹരിതകർമ്മസേനാംഗം അനു, കുടുംബശ്രീ പ്രവർത്തകരായ ബിന്ദു സുരേഷ്, ദീപ്തി സന്തോഷ്, വാർഡ് വികസന സമിതി അംഗം ലിനോ മൈക്കിൾ, ഷാഫി കല്ലുപറമ്പിൽ, ഭഗവത് സിംഗ് തുടങ്ങിയവർ സംബന്ധിച്ചു. 3 മുറി 9 ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാല സമർപ്പണവും വ്യാഴാഴ്ച നടക്കും. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, കലശാഭിഷേകം, രുദ്രാഭിഷേകം, പൊങ്കാല സമർപ്പണം, അന്നദാനം. വൈകിട്ട് ശ്രീമുരുക കാവടി സെറ്റിന്റെ നേതൃത്വത്തിൽ താലിവരവ് എന്നിവ ഉണ്ടാകും. ക്ഷേത്രാചാര്യൻ ഡോക്ടർ കരുമാത്ര വിജയൻ തന്ത്രി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഗ്രാസ്വേ ഗ്രാമ്യ സംസ്കൃതി വേലൂർ കോഗ്നിസന്റ് ഔട്ട്റീച്ചും ചേർന്ന് ചിരിഗാമി എന്ന പേരിൽ കുട്ടികളുടെ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. കിരാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ഗ്രാസ്വേ പ്രവർത്തകരും കോഗ്നിസന്റ് ഔട്ട്റീച്ച് വളണ്ടിയേഴ്സും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളിലെ അധ്യാപിക P. ഇന്ദുലേഖ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാസ്വേ പ്രസിഡന്റ് രാം പാണ്ഡെ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സഫ്ദർ ഹാഷ്മി, കോഗ്നിസന്റ് ഔട്ട്റീച്ച് വളണ്ടിയർ മനുരാജ് രാജാമണികണ്ഠൻ, മേഘ്ന ശ്രീധർ, ഗ്രാസ്വേ സെക്രട്ടറി റിൻസി തോമസ്, ട്രഷറർ വിജിത വിജയ് എന്നിവർ നേതൃത്വം നൽകി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന ദേവാലയത്തിലെ സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ ഗ്രിജോ മുരിങ്ങത്തേരി കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിജി ജോസ് മാളിയേക്കൽ സഹകാർമ്മികനായി. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ ഫാദർ ജിയോ ചിരിയങ്കണ്ടത്ത് നിർവഹിച്ചു. വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. കുന്നംകുളം പാറയമ്പാടത്ത് പൈപ്പിന്റെ വാൽവ് തകർന്ന് കുടിവെള്ളം പാഴാകുന്നു. തൃത്താല ഗുരുവായൂർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിന്റെ വാൽവ് തകർന്നാണ് ദിവസങ്ങളായി മേഖലയിൽ കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി തവണ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചെങ്കിലും വാൽവിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച 4ാമത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക CB സുനിത ദേവി ഇരട്ട സ്വർണം നേടി. എറണാകുളത്ത് നടന്ന മത്സരങ്ങളിൽ 45 വയസ്സിന് മുകളിലുള്ളവർക്കായുള്ള വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 64 കിലോ വിഭാഗത്തിലും പവർ ലിഫ്റ്റിംഗിൽ 63 കിലോ വിഭാഗത്തിലുമാണ് സുനിത സ്വർണം നേടിയത്. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ആകെ 77.5 കിലോഗ്രാമും പവർ ലിഫ്റ്റിംഗിൽ ആകെ 242.5 കിലോഗ്രാമും ഉയർത്തിയാണ് ഇവർ ഇരട്ട സ്വർണം കരസ്ഥമാക്കിയത്. ജൂലൈയിൽ കൊല്ലത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മത്സരങ്ങളിലും ഒക്ടോബറിൽ ബാംഗ്ലൂരുവിൽ നടക്കുന്ന ഏഷ്യൻ മത്സരങ്ങളിലും സുനിത കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. മറ്റത്തൂർ, മന്ദരപ്പിള്ളി, വട്ടേക്കാട്ടുപറമ്പിൽ രാജേഷിന്റെ ഭാര്യയാണ് സുനിത ദേവി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,075 രൂപ, പവന് 72,600 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,290 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തി. തൃശൂരിലടക്കം വിവിധ കേന്ദ്രങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. വടക്കനാഥൻ സാക്ഷിയായി തിരുവമ്പാടി പാർമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. മണ്ണിലെയും വിണ്ണിലെയും മഹാപൂരത്തിന് പരിസമാപ്തിയായി. അടുത്ത വർഷത്തെ പൂരം ഏപ്രിൽ 26-ന്. വരന്തരപ്പിള്ളി വേപ്പൂരിൽ വീടിനുള്ളിൽ വിരിച്ച ടൈലുകൾ പൊട്ടിത്തെറിച്ചു. 9 വർഷം മുൻപ് പണിത വീടിന്റെ ടൈലുകളാണ് പൊട്ടിത്തെറിച്ചത്. ദേശീയപാതയുടെ സർവീസ് റോഡ് ടാറിട്ടു. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക ആശ്വാസം. തലൂരിൽ മൊബൈൽ ഷോപ്പിന്റെ ഷട്ടർ തകർത്ത ലക്ഷങ്ങളുടെ മൊബൈൽ ഫോണുകൾ കവർന്ന കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. അന്നമനട സ്വദേശികളായ സയ്യിദ് മൊഹസീൻ, സഹോദരൻ മൊഹദ് അസീം എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.